ഇറാഖ് ഉൾപ്പെടെയുള്ള നമ്മുടെ മിഡിൽ ഈസ്റ്റ് ഭാഗത്ത് ഒരു വിഭാഗം മനുഷ്യരുണ്ട്. യസീദികൾ എന്നാണ് അവരുടെ പേര്, ആ ഒരു വിഭാഗത്തിൻ്റെ പേര്. യസീദികളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത് ഈ തീവ്രവാദ ആക്രമണത്തിന് ഇരയായ മനുഷ്യ സമൂഹം എന്ന നിലയ്ക്കാണ്. ഈ ഭീകര സംഘടനകൾ ഇവരെ വൻതോതിൽ കൊന്നൊടുക്കുകയും യസീദി സ്ത്രീകളെയും പെൺകുട്ടികളെയും അടക്കം അടിമകളായിട്ടും അതുപോലെ ലൈംഗിക വൃത്തിക്കുമൊക്കെ അവരെ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തതായിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ ആ സമയത്ത്, അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ധാരാളം കേൾക്കുകയും ഒക്കെ ചെയ്തതാണ്. യസീദികൾ എന്ന് പറയുന്നത് തികച്ചും വേറിട്ട ഒരു മനുഷ്യ സമൂഹമാണ്. ഇവർ ഇസ്ലാം മത വിശ്വാസികളുമല്ല, ക്രിസ്ത്യൻ മത വിശ്വാസികളുമല്ല. ഈ സൊറസ്ട്രിയൻ മതത്തോട് കുറെ സിമിലാരിറ്റീസ് ഉള്ള ഒരു മധ്യപൂർവേഷ്യൻ മതമായിട്ടാണ് യസീദികളെ കാണുന്നത്. പൊതുവെ അങ്ങനെയാണ് കാണുന്നത്. യസീദികൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഏക ദൈവ വിശ്വാസികളാണ്. യസീദികളെ പൊതുവെ ജൂതന്മാരും അല്ലെങ്കിൽ ഇസ്ലാം മത വിശ്വാസികളും ക്രിസ്ത്യൻസും ഒക്കെ സാത്താനെ ആരാധിക്കുന്നവരായിട്ടാണ് പൊതുവെ കാണുന്നത്. അതിന് കുറേയേറെ വിശ്വാസ പ്രമാണങ്ങളും പിശാചുമായി ബന്ധപ്പെട്ട കുറെ സ്റ്റോറീസ് ഒക്കെ അവിടെയുണ്ട്. എന്നാൽ ഈ യസീദികൾക്ക് ഇന്ത്യൻ സിവിലൈസേഷൻസുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ചില സാദൃശ്യങ്ങളുണ്ട്. ഈ അടുത്തിടെ യസീദികൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സമയമാണിത്. സോ ഇവരിപ്പോൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ സൊറസ്ട്രിയൻ മതത്തോട് ഇവർക്കുള്ള സിമിലാരിറ്റിയേക്കാൾ കൂടുതൽ ഇന്ത്യൻ കൾച്ചറിനോട് ഇവർക്ക് വളരെ വലിയ സിമിലാരിറ്റി ഉണ്ട് എന്ന് ഇവരിന്ന് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ആ ഒരു ചരിത്രം തേടി ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആരാണ് അവർ, എവിടെ നിന്നാണ് അവരുടെ വിശ്വാസം ഉണ്ടായത് എന്ന് യസീദികൾ അന്വേഷിക്കുമ്പോൾ അത് നമ്മുടെ സൗത്ത് ഇന്ത്യയുമായിട്ട്, അതും നോർത്തിലെ വിശ്വാസങ്ങളിൽ നിന്നൊക്കെ മാറി സൗത്ത് ഇന്ത്യൻ വിശ്വാസങ്ങളോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന വിശ്വാസമാണ് യസീദികളുടേത് എന്നാണ് കാണാൻ കഴിയുന്നത്. ഈ സൗത്ത് ഇന്ത്യൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ തമിഴ്നാടുമായി ബന്ധപ്പെട്ട് മുരുകൻ എന്ന് പറയുന്ന ദൈവം എല്ലാവർക്കും അറിയാം. മുരുകൻ എന്ന് പറയുന്ന ദൈവവുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസങ്ങൾ തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത്. ഈ തമിഴ്നാടിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ കേരളം ഉൾപ്പെടുന്ന നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ധാരാളം ഈ പുരോഹിതന്മാർ, പണ്ഡിതന്മാർ ഇവരൊക്കെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഒരു കാലത്ത് സഞ്ചരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചൈനയിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ പോയിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാവുന്നത് ബോധിധർമ്മൻ മാത്രമല്ല, എത്രയോ മഹർഷിമാര്, ഋഷിമാര്, സന്യാസിമാര് ഇവർ ചൈനയിലേക്ക് പോയിട്ടുണ്ട്. അവിടെ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ സ്പ്രെഡ് ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലേക്ക് അവർ പോയിട്ടുണ്ട്. ഉറപ്പായും ഇറാനിലും അല്ലെങ്കിൽ ഇറാഖിലും ഒക്കെ അവരെത്തിയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു കൾച്ചർ ഒരു കാലത്ത്, ആയിരക്കണക്കിന് വർഷം മുമ്പത്തെ കാര്യമാണ്, നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. ഏകദൈവ വിശ്വാസികളായിട്ടുള്ള യസീദികളുടെ ആ ഒരു മതപരമായ വിശ്വാസങ്ങൾ നമുക്ക് മെസപ്പൊട്ടോമിയൻ മതങ്ങളിൽ കാണാൻ കഴിയും. അവരുമായിട്ട് സിമിലർ ആയിട്ടുള്ള വിശ്വാസങ്ങൾ, അബ്രഹാമിക് മതങ്ങളുമായിട്ട് ചില സാദൃശ്യങ്ങളുണ്ട്. ഇതൊക്കെ എല്ലാ കാലവും ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ മതവുമായിട്ടുള്ള ഇവരുടെ ആ ഒരു സാദൃശ്യത്തെക്കുറിച്ച്, സാമ്യത്തെക്കുറിച്ച് പൊതുവെ അധികം എവിടെയും ചർച്ച ചെയ്യാറില്ല. ഇപ്പോൾ യസീദികൾ തന്നെ സ്വയം അവരുടെ ഇന്ത്യൻ കണക്ഷൻ കണ്ടെത്തി മുന്നോട്ട് വരിക മാത്രമല്ല, സ്വന്തമായിട്ടൊരു രാജ്യം വേണമെന്ന നിലയിലേക്ക് അവരൊരു ക്യാമ്പയിൻ x.com ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിൽ വളരെ പ്രധാനമായിട്ടും ഇന്ത്യൻ കൾച്ചറുമായിട്ട് ഇവർ കാണുന്ന സിമിലാരിറ്റി എന്ന് പറയുന്നത് അതിലൊന്നാമത്തേത് പുനർജന്മമാണ്. ഇന്ത്യൻ മതങ്ങൾ, ധാർമ്മിക റിലീജിയൻസിലെല്ലാം തന്നെ പുനർജന്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ ഈ യസീദികളുടെയും വിശ്വാസം എന്ന് പറയുന്നത് പുനർജന്മമുണ്ടെന്നാണ്. എന്ന് വെച്ചാൽ ആ ഒരു സോള് പൂർണ്ണമായിട്ടും പ്യൂരിഫൈ ആവുന്നത് വരെ പുനർജന്മമുണ്ട് എന്നാണ് യസീദികളും വിശ്വസിക്കുന്നത്. ഇത് തന്നെയാണ് ഹിന്ദു മതത്തിലും ബുദ്ധമതത്തിലും ജൈനമതത്തിലും ഈവൻ സിഖ് മതത്തിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നത്. ആത്മാവിന് അന്തിമമായ മുക്തി അല്ലെങ്കിൽ മോക്ഷം കിട്ടുന്നത് വരെ പുനർജന്മം സംഭവിക്കുമെന്നാണ് ഇന്ത്യൻ സിവിലൈസേഷനിൽ പറയുന്നത്. അതുവരെ ജന്മങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കർമ്മങ്ങൾക്കനുസരിച്ച് നിരന്തരമായിട്ട് മരണം, ജനനം, വീണ്ടും മരണം, ജനനം, ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അന്തിമമായിട്ട് ആ ഒരു ആത്മാവ് മോക്ഷം നേടുന്നതോട് കൂടിയിട്ടാണ് അതിന് പൂർണ്ണത കൈവരുന്നത്. ഇതാണ് പ്രധാനമായിട്ടും യസീദികളുടെയും വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. രണ്ടാമത്, യസീദികളുടെ മതത്തിൽ നമുക്ക് ഒരു പീകോക്ക് സിമ്പൽ കാണാൻ പറ്റും. അതെ, മയിലിന്റെ കാര്യമാണ്. ഒരു പീകോക്ക് സിമ്പൽ നമുക്ക് യസീദികളുടെ വിശ്വാസത്തിൽ കാണാം. യസീദികൾ ആരാധിക്കുന്നതെന്ന് പറയുന്നത് 7 മാലാഖമാരുടെ തലവനും ലോകത്തിന്റെ സംരക്ഷകനുമായിട്ടുള്ള മയിൽ മാലാഖയാണ്. അതായത് മെലക് തൗസ് എന്നാണ് അവരതിനെ വിളിക്കുന്നത്. ഈ ഒരു പീകോക്ക് ഏഞ്ചൽ, അതാണ് അതിനവർ കൊടുത്തിരിക്കുന്ന പേരെന്ന് പറയുന്നത് മെലക് തൗസി എന്നാണ്. ഈ ഒരു പീകോക്ക് ഏഞ്ചലിനെയാണ് ഇവർ ആരാധിക്കുന്നത്. ഈ പീകോക്ക് അല്ലെങ്കിൽ മയിൽ എന്ന് പറയുന്നത് പ്രധാനമായി നാച്ചുറലി തന്നെ കാണുന്നത് ഇന്ത്യയിലാണ്. അതിൻ്റെ ഒരു ജന്മദേശം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. വളരെ കൂടുതലായിട്ട് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലാണ് ഇത് കാണാറുള്ളത്. മിഡിൽ ഈസ്റ്റിലുള്ള മനുഷ്യർ ഇതിനെ എന്തുകൊണ്ട് ആരാധിക്കുന്നു, അല്ലെങ്കിൽ പീകോക്ക് ഏഞ്ചൽ എങ്ങനെ അവരുടെ
ദൈവമായി മാറിയെന്നത് വളരെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് ഗോഡ് കാർത്തികേയൻ അല്ലെങ്കിൽ ഹിന്ദുമത വിശ്വാസത്തിൽ മുരുകൻ എന്ന് പറയുന്ന ദൈവത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുരുകൻ എന്ന് പറയുന്ന ദൈവത്തിന്റെ വാഹനമാണ് മയിൽ എന്ന് പറയുന്നത്. പീകോക്കിനെ റൈഡ് ചെയ്യുന്നത് മുരുകനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹിന്ദുമത വിശ്വാസത്തിൽ വളരെ ഡിവൈൻ ആയിട്ടുള്ള ഒരു സിമ്പൽ കൂടിയാണ് ഈ ഒരു മയിൽ അല്ലെങ്കിൽ പീകോക്ക് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ കാർത്തികേയനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുരുകനുമായി ബന്ധപ്പെട്ട ഒരു കണക്ഷൻ യസീദികൾക്ക് ഉള്ളതായിട്ട് നേരത്തെയും ചില ഹിസ്റ്റോറിയൻസ് പറഞ്ഞിരുന്നു. ഇന്ന് യസീദി ആക്ടിവിസ്റ്റുകളായിട്ടുള്ള നിരവധി പേര് ഈ ഒരു കണക്ഷനെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷണം നടത്തുകയാണ്. ഈ അങ്ങനെ യസീദികൾ കണ്ടെത്തിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ കൾച്ചറിലും അതുപോലെ തന്നെ യസീദി കൾച്ചറിലുമുള്ള മറ്റു ചില സിമിലാരിറ്റീസ്, പ്രത്യേകിച്ച് ഈ പ്രകാശവും തീയും വളരെ പവിത്രമായിട്ടാണ് ഈ രണ്ട് സിവിലൈസേഷനിലും കാണുന്നത്. ഇപ്പോൾ ഹിന്ദു സിവിലൈസേഷനിൽ ദീപം അല്ലെങ്കിൽ പ്രകാശം, ലാമ്പ് ഇതൊക്കെ വളരെ വളരെ പവിത്രമായി കാണുന്നതാണ്. അഗ്നി എന്ന് പറയുന്നത് ശുദ്ധിയുടെ പ്രതീകമായിട്ടാണ് കാണുന്നത്. ഇതുപോലെ തന്നെയാണ് യസീദികളും കാണുന്നത്. അതുപോലെ തന്നെ യസീദികളും സൂര്യനെ ആരാധിക്കുന്നവരാണ്. ഇന്ത്യൻ കൾച്ചറിലും സൂര്യാരാധന നമുക്ക് കോമൺ ആയി തന്നെ കാണാൻ കഴിയും. സൂര്യന്റെ ഉദയ സമയത്തും അസ്തമയ സമയത്തും യസീദികൾക്കും സവിശേഷമായ ചില ആരാധനാ രീതികളുണ്ട്. ഈ ഇന്ത്യൻ കൾച്ചറിൽ കാണുന്നത് പോലെ തന്നെ സന്ധ്യാവന്ദനം എന്നൊക്കെ പറയുന്നത്, അതുപോലെ തന്നെ സൂര്യ നമസ്കാരം അല്ലെങ്കിൽ പുലർച്ചെയുള്ള സൂര്യന്റെ പൂജാകർമ്മങ്ങൾ, ആരാധനാ രീതിയൊക്കെ ധാരാളം പല പല രൂപത്തിൽ ഇന്ത്യയിലുണ്ട്. അതിനോട് സാദൃശ്യമുള്ള രീതിയിലാണ് ഇവരുടെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ. യസീദികള് കർമ്മയില് വിശ്വസിക്കുന്നവരാണ്. അതുപോലെ തന്നെയാണ് ഇന്ത്യൻ കൾച്ചർ. കർമ്മ വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ഹിന്ദു കൾച്ചറിൽ കർമ്മം എന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ കർമ്മം അയാളുടെ പുനർജന്മത്തെയും നിലവിലെ ജീവിതത്തെയും ഒക്കെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു. അത് തന്നെയാണ് യസീദികളുടെ വിശ്വാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അയാളുടെ പ്രവർത്തികൾ, അയാൾ നല്ലതും ചീത്തയും ഒക്കെ ചെയ്യുന്നതിനനുസരിച്ച് അയാളുടെ പുനർജന്മവും അയാളുടെ ഭാവിയും ഇരിക്കുന്നു. അല്ലെങ്കിൽ അയാളുടെ ആത്മാവിന്റെ ഭാവി എന്ന് പറയുന്നത് അയാളുടെ പ്രവർത്തികളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നാണ് യസീദികൾ വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് ഹിന്ദു മതത്തിലും ഇന്ത്യൻ കൾച്ചറിലും നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ പ്രകൃതിയോടുള്ള റെസ്പെക്ട്, ആനിമൽസിന് പവിത്രമായി കൊടുക്കുന്ന ചില സ്ഥാനങ്ങൾ, ഇതൊക്കെ നമുക്ക് സിമിലറായി തന്നെ യസീദികളുടെ ഇടയിലും കാണാൻ പറ്റും. മൗണ്ടെയിൻസിനെയും സ്നേക്സിനെയും ബേർഡ്സിനെയും ഒക്കെ അവർ വളരെ പവിത്രമായിട്ട് കാണുന്നു. സമാനമായ രീതിയിൽ തന്നെ ഹിന്ദു കൾച്ചറിൽ റിവർ, മൗണ്ടെയിൻ, അതുപോലെ പശു, അതുപോലെ നാഗങ്ങൾ അല്ലെങ്കിൽ പാമ്പുകൾ, ഗരുഡന്മാർ അല്ലെങ്കിൽ മയിലുകൾ, ഈ പീകോക്സ്, ഇതിനെയൊക്കെ അവർ വളരെ പവിത്രമായിട്ടാണ് കാണുന്നത്. ഇനി ക്ഷേത്രങ്ങളുടെ സിമിലാരിറ്റി നോക്കിയാലും യസീദികളുടെ പവിത്രമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ലാലിഷ് എന്ന് പറയുന്ന ക്ഷേത്രം. ഈ ലാലിഷ് എന്ന് പറയുന്ന ക്ഷേത്രം ഹിന്ദു ക്ഷേത്രങ്ങളുമായിട്ട് വളരെ വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അത് ചിത്രങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മാത്രമല്ല ഓയിൽ ലാമ്പുകളും പ്രത്യേകമായ ഈ ഹിന്ദു ക്ഷേത്രങ്ങളിലുള്ള പോലുള്ള ചടങ്ങുകളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഇവിടെയുമുണ്ട്. ഇതൊരു നോൺ അബ്രഹാമിക് റിലീജിയൻ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഹിസ്റ്ററി പരിശോധിച്ചു കഴിഞ്ഞാൽ അബ്രഹാമിക് റിലീജിയൻസ് ആണ് ശരിക്കും ഇസ്ലാം മതം, ക്രിസ്തു മതം, അതുപോലെ തന്നെ നമ്മുടെ ജൂതമതം എന്ന് പറയുന്നത്. ഇന്ന് ലോകത്ത് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ മതങ്ങളാണ്. എന്നാൽ ഈ മതങ്ങൾക്ക് മുമ്പ്, ഈ മതങ്ങൾ പ്രചരിക്കുന്നതിന് മുമ്പ് നിലനിന്നിരുന്ന ഇപ്പോൾ ഹിന്ദുയിസം, ബുദ്ധിസം, ജൈനിസം, സോറോസ്ട്രിയൻ മതം, മെസപ്പൊട്ടോമിയൻ റിലീജിയൻസ്, ഇതെല്ലാം വളരെയധികം കണക്റ്റഡ് ആയിരുന്നു. നമ്മൾ ധാർമ്മിക റിലീജിയൻസ് എന്ന് ഇന്ത്യൻ കോണ്ടിനെന്റിലുള്ള മതങ്ങളെ മാത്രമാണ് വിളിക്കുന്നത്. പക്ഷേ പുരാതന കാലത്ത് അബ്രഹാമിക് അല്ലാതെ നിലനിന്നിരുന്ന മതങ്ങൾ പലതും വളരെയധികം ഇന്ത്യൻ മതങ്ങളുമായി കണക്റ്റഡ് ആയിരുന്നു. ഈവൻ ഇന്നത്തെ മിഡിൽ ഈസ്റ്റിൽ സൗദി അല്ലെങ്കിൽ നമ്മുടെ ഗൾഫ് രാജ്യങ്ങൾ മൊത്തത്തിലെടുത്താലും ഇറാനിലുമൊക്കെ സൂര്യനെ ആരാധിക്കുന്നതൊക്കെ കോമൺ പ്രാക്ടീസ് ആയിരുന്നു. അപ്പം അതേപോലെ തന്നെ ഈ ഒരു യസീദികൾ എന്ന് പറയുന്നത് ഇതിൽ നിന്നെല്ലാം തന്നെ രൂപം കൊണ്ട ഒരു മതമായതുകൊണ്ട് അതിന് വളരെ വലിയ സിമിലാരിറ്റി ഹിന്ദു മതവുമായിട്ട് കാണുന്നുണ്ട്. പലരും പറയാറുണ്ട് ഒരുപാട് മതങ്ങളുടെ ഒരു കൂടിച്ചേരലാണ് ഇന്ത്യൻ കൾച്ചർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സമുദ്രത്തിലേക്ക് നദികൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഒഴുകി വന്ന് ചേരുന്നത് പോലെ പല 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 കൾച്ചേഴ്സും പല പല വിശ്വാസങ്ങളും ഒഴുകി വന്ന് ചേരുന്ന ഒരു വലിയ സമുദ്രം പോലെയാണ് ഇന്ത്യൻ കൾച്ചർ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും ഇവിടെ ഒരു സ്ഥലം ഉണ്ട്, സ്പേസ് ഉണ്ട്. എല്ലാ വിശ്വാസങ്ങൾക്കും, എല്ലാ ആചാരങ്ങൾക്കും, എല്ലാ ദൈവങ്ങൾക്കും ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് 33 ദൈവങ്ങൾ എന്ന് പറയുന്നത്. എണ്ണമില്ലാത്തത്ര ദൈവങ്ങൾ എന്ന് പറയുമ്പോൾ അത്രത്തോളം വിശ്വാസങ്ങളുണ്ട്. ഒരു കാലത്ത് ഈ ശിവനെ മാത്രം ആരാധിച്ചിരുന്ന മനുഷ്യരുണ്ടായിരുന്നു. അവരങ്ങനെയാണെങ്കിൽ ഏകദൈവ വിശ്വാസികളാണ്. അവരുടെ ദൈവം ശിവൻ മാത്രമായിരുന്നു. വിഷ്ണുവിനെയോ ബ്രഹ്മാവിനെയോ ഇഷ്ടപ്പെടാത്തതോ ആരാധിക്കാത്തവരോ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. വിഷ്ണുവിനെ മാത്രം ആരാധിക്കുന്നവരുണ്ട്. അവരും ഏകദൈവ വിശ്വാസികളാണ്. അവർക്ക് ഒറ്റ ദൈവമേ ഉള്ളൂ, വിഷ്ണു മാത്രമാണ് അവരുടെ ദൈവം. ബ്രഹ്മാവിനെ മാത്രം ആരാധിച്ചിരുന്നവരുണ്ട്. അതുപോലെ ഇന്ന് കൃഷ്ണനെ മാത്രം ആരാധിക്കുന്നവരുണ്ട്, രാമനെ മാത്രം ആരാധിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ദേവിയെ മാത്രം ആരാധിക്കുന്നവരുണ്ട്.
അല്ലെങ്കിൽ കാർത്തികേയൻ അല്ലെങ്കിൽ മുരുകനെ മാത്രം ആരാധിക്കുന്നവരുണ്ട്, അയ്യപ്പനെ മാത്രം ആരാധിക്കുന്നവരുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു ദൈവത്തെ മാത്രം ആരാധിക്കുന്നവരുമുണ്ട്. ഇപ്പൊ ഹിന്ദു മതത്തിൽ എല്ലാ ദൈവങ്ങളെയും ആരാധിച്ചു കൊള്ളണം, എല്ലാ ക്ഷേത്രങ്ങളിലും പോകണം എന്നങ്ങനെ നിർബന്ധമുള്ള വിശ്വാസങ്ങളൊന്നുമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഏകദൈവ വിശ്വാസികളുടെ ഒരു വലിയ മതമാണ്, ഒരു വലിയ കൾച്ചറാണ് ഹിന്ദു കൾച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയെങ്കിൽ യസീദികളുമായിട്ടുള്ള കണക്ഷനൊക്കെ സ്വാഭാവികമായി ചരിത്രത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്നോ മറ്റോ പോയിട്ടുള്ള മുരുകന്റെ ഭക്തരായിട്ടുള്ള ആരെങ്കിലും പ്രചരിപ്പിച്ച ഒരു മതമായിരുന്നിരിക്കാം ചിലപ്പോൾ ഈ പറയുന്ന യസീദികൾ ഫോളോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇന്ത്യൻ കണക്ഷൻ സ്വാഭാവികമായി ട്രേഡിലൂടെയും മറ്റുമൊക്കെ ആ ഒരു ഇന്ത്യൻ കൾച്ചറൽ ഇൻഫ്ലുവൻസ് അവിടേക്ക് ഉണ്ടായതിൻ്റെ തെളിവുമായിരിക്കാം. പക്ഷെ ഇപ്പോൾ യസീദികൾ കാർത്തിക് സ്ഥാൻ അല്ലെങ്കിൽ മുരുക രാജ്യം, മുരുകന്റെ സ്ഥാനം എന്ന് പറഞ്ഞിട്ട് ഒരു രാജ്യം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതിൻ്റെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസ് നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകളൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. വലിയ മാധ്യമങ്ങളൊന്നും ഇതിപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അങ്ങനത്തെ ഒരു ക്യാമ്പയിൻ നമുക്ക് ഓൺലൈൻ മീഡിയകളിലും മറ്റുമൊക്കെ കാണാനായിട്ട് സാധിക്കും. യസീദികൾ തന്നെ അവരുടെ ആ ഒരു കൾച്ചറൽ കണക്ഷൻ ഇന്ത്യയുമായിട്ട് അവർ കൂട്ടിക്കെട്ടുന്നുണ്ട്. അതിന്റെ കാരണം ഒരുപക്ഷെ അവരുടെ നിലനിൽപ്പ് കൂടി നോക്കിക്കൊണ്ടായിരിക്കാം. ഇത്തരം കണക്ഷൻസ് കോമൺ ആയിട്ടുള്ളപ്പോൾ അവരും ഇന്ത്യൻ കൾച്ചറിന്റെ ഒരു ഭാഗമാണ് എന്നൊരു പക്ഷെ അവർക്ക് വരുത്തി തീർക്കേണ്ടത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നവുമായിരിക്കാം. എന്താണെങ്കിലും അവരിപ്പോൾ ഒരു മുരുക രാജ്യം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.